974 കണ്ടെയ്നറുകൾ അടുക്കിവെച്ചൊരു ഡിസ്പോസിബിൾ സ്റ്റേഡിയം പണിയാമെന്ന്. അരക്കുതാഴേക്ക് ശൂന്യമായ ഗാനിം അൽ മുഫ്താഹും ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന്. ലോകം തന്നെ വിരുന്നു വന്നാലും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് മാറ്റമില്ലെന്ന് ഖത്തർ തെളിയിച്ചു. ലുസൈൽ ഐക്കണിക് സ്റ്റേഡിയത്തിൽ ഹൃദയമിടിപ്പുകൾക്ക് നടുവിൽ ലയണൽ മെസ്സി വേൾഡ് കപ്പിലേക്ക് നടന്നപ്പോൾ ഖത്തർ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറുകയായിരുന്നു. സ്ത്രീകൾക്ക് അതീവ സുരക്ഷിതത്വമുള്ള ആ രാജ്യത്ത് മെൻസ് വേൾഡ് കപ്പിന് ആദ്യമായി ഒരു ഫീമെയിൽ റഫറി വിസിലടിച്ചു. ഫ്രാൻസുകാരി സ്റ്റെഫാനി റപ്പാട്ട്. അൽഖോറിലെ അൽബൈത്ത് സ്റ്റേഡിയത്തിൽ കയ്യിലൊരു കടലാസും പിടിച്ച് കറുത്ത ബിഷ്ത് ധരിച്ച് മുഖത്തൊരു പുഞ്ചിരിയോടെ ഹിസ് ഹൈനസ് തമീം ബിൻ ഹമദ് അൽഥാനി എഴുന്നേറ്റ് നിന്നു. ലോകത്ത് മുഴുവൻ തൻ്റെ പൂമുഖത്തേക്ക് സ്വീകരിച്ചിരുത്തി. 20-ാം നൂറ്റാണ്ട് മുതൽ ഭരണച്ചെങ്കോലേന്തിയ അൽഥാനി തറവാട് ആ രാജ്യത്തെ തലകുനിക്കാൻ പഠിപ്പിച്ചില്ല. ജനസംഖ്യ 3 മില്യൺ തികയാത്ത ഖത്തർ സമ്പത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നെറുകയിൽ കയറി നിന്ന് വിളിച്ചു പറഞ്ഞു: അഹ്നൽ അറബ്, അഹ്ന താരീഖ് വൽ മുസ്തഖ്ബൽ, അഹ്നൽ ഹദാറ വൽ സഖാഫ, വഹ്ന മൻ അല്ലം.